ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, രക്ഷാകര ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ കാണുന്നത്. ഈ വിളിയുടെ മാഹാത്മ്യം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. ഹാരാനിൽ പാർത്തുകൊണ്ടിരിക്കുന്ന അബ്രഹാത്തെ ദൈവം വിളിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഹാരാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരിടമുണ്ട്. അതൊരു ഭൂപടത്തിലെ നഗരമാകണമെന്നില്ല. നമ്മൾ ഒരു ജീവിതം ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടും എന്നാൽ അടുത്തതിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലാത്ത ആ ഇടക്കാല അവസ്ഥയാണ് ഹാരാൻ. ഈ വിവരണത്തിൽ അബ്രാം പാതിവഴിയിൽ യാത്ര അവസാനിപ്പിച്ച സ്ഥലമാണ് ഹാരാൻ. അവൻ്റെ പിതാവായ തേരഹ് യഥാർത്ഥത്തിൽ ഊറിൽ നിന്ന് കാനാനിലേക്കാണ് പുറപ്പെട്ടത്. എന്നാൽ ആ കുടുംബം ഹാരാനിൽ വാസമുറപ്പിച്ചു. താമസിക്കാൻ തക്കവണ്ണം സൗകര്യപ്രദമായിരുന്നു ഹാരാൻ. എന്നാൽ അതായിരുന്നില്ല ലക്ഷ്യസ്ഥാനം. നമ്മിൽ പലരും ജീവിക്കുന്നത് ഒരാത്മീയ ഹാരാനിലാണ്. നമ്മുടെ പഴയ ജീവിതമെന്ന ഊറിൽ നിന്ന് നാം യാത്ര തിരിച്ചു കുറേയൊക്കെ മുന്നോട്ട് പോയി. എന്നാൽ ദൈവത്തിന് മുന്നിലുള്ള പൂർണ്ണമായ സമർപ്പണത്തിൽ എത്തുന്നതിന് മുമ്പ് നാം എവിടെയോ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഏതാണ് ആ ഹാരാൻ? സുരക്ഷിതത്വം തോന്നാൻ മാത്രം മതപരമായി തുടരുന്ന, എന്നാൽ രൂപാന്തരപ്പെടാൻ തക്കവണ്ണം അർപ്പണമില്ലാത്ത ഒരുതരം സുഖകരമായ ശരാശരി ആത്മീയ അവസ്ഥയാണോ അത്? നാം ഒത്തുതീർപ്പിലെത്തിയ ഒരു പകയാണോ? നാം കൂട്ടുപിടിച്ച ഒരു പാപമാണോ? നാം മാറ്റിവെച്ച ഒരു വിളിയാണോ? ദൈവത്തിന് പകരമായി നാം പ്രതിഷ്ഠിച്ച ഒരു ബന്ധമാണോ അത്? യാത്രയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ വിളി നമ്മിലേക്ക് വരുന്നു. ഇതല്ല ലക്ഷ്യസ്ഥാനം, ഇനിയും മുന്നോട്ട് വരിക, പുറപ്പെടുക. ഈ വിളി വരുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു പ്രായം. ഇതൊരു യാദൃച്ഛികമായ കാര്യമല്ല. തിരുവചനം കൃത്യമാണ്. ശീലങ്ങൾ, ബന്ധങ്ങൾ, സമ്പാദ്യങ്ങൾ, സ്വന്തം വ്യക്തിത്വം എന്നിവ സ്വരുക്കൂട്ടിയ 75 വർഷങ്ങൾ. താൻ ആരാണെന്നും തൻ്റെ സ്ഥാനം എവിടെയാണെന്നും കൃത്യമായി അറിയാമായിരുന്ന 75 വർഷങ്ങൾ. അതുപേക്ഷിക്കുക എളുപ്പമല്ല. സത്യത്തിൽ ദൈവം ഒരു മനുഷ്യനെ ഒരു സ്ഥലത്തേക്ക് എന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയിലേക്കാണ്, ദൈവത്തിലേക്കാണ് വിളിക്കുന്നത്. അവന് കാണിച്ചു കൊടുക്കാനിരിക്കുന്ന ദേശം ഒരു ഭൂപ്രദേശം എന്നതിനേക്കാൾ ഉപരി അതൊരു ബന്ധമാണ്. ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ള ഓരോ ആത്മാവിൻ്റെയും തീർത്ഥാടനമാണ് അബ്രാമിൻ്റെ ഈ യാത്ര. ഇനി ദൈവം ഒരിക്കലും അവ്യക്തമായോ സാമാന്യവൽക്കരിച്ചോ സംസാരിക്കാറില്ല. അബ്രാമിനോടുള്ള അവിടുത്തെ വിളി വളരെ കൃത്യതയുള്ളതാണ്. അബ്രാം ഉപേക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ അവിടുന്ന് എടുത്തു പറയുന്നുണ്ട്. അത് ഏറ്റവും വിശാലമായതിൽ തുടങ്ങി ഏറ്റവും വ്യക്തിപരമായതിലേക്ക് നീങ്ങുന്നു. ഒന്നാമതായി, നിന്റെ ദേശം. ദേശമെന്നാൽ ഭൂമിശാസ്ത്രപരമായ ഒരിടം മാത്രമല്ല. പുരാതന കാലത്ത് ഒരുവൻ്റെ നാടായിരുന്നു അവൻ്റെ വ്യക്തിത്വം. ഒരു ദേശത്തെ ദൈവങ്ങൾ ആ പ്രദേശത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് അക്കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ആ ദേശം ഉപേക്ഷിക്കുക എന്നാൽ ഒരുവൻ വിശ്വസിച്ചിരുന്ന ദൈവിക സംരക്ഷണം കൂടി നഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു. ജീവിതം അർത്ഥവത്താണെന്ന് അബ്രാമിന് തോന്നിയിരുന്ന ആ ഒരു ചട്ടക്കൂടിന് പുറത്തേക്ക് കിടക്കാനും ഏതെങ്കിലും ഒരു പ്രത്യേക മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കാനുമാണ് അവനോട് ദൈവം ആവശ്യപ്പെട്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശമെന്നത് മാധ്യമങ്ങൾ, ചുറ്റുപാടുകൾ എന്നിവയിൽ നിന്ന് നാം അറിഞ്ഞോ അറിയാതെയോ ഉൾക്കൊണ്ട സമൂഹത്തിൻ്റെ നിർവചനങ്ങളാണ്. നമ്മുടെ സാംസ്കാരിക രൂപീകരണത്തിൻ്റെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ തെറ്റായ ധാരണയുടെയൊക്കെ ഘടകങ്ങൾ അതിലുണ്ട്. ദൈവരാജ്യത്തിന് അനുയോജ്യമായത് ഏതൊക്കെയെന്നും ഏതൊക്കെയാണ് അതിർത്തിയിൽ തന്നെ ഉപേക്ഷിക്കേണ്ടതെന്നും വിലയിരുത്താൻ ദൈവത്തിൻ്റെ വിളി നമ്മോട് ആവശ്യപ്പെടുന്നു. രണ്ടാമതായി, ബന്ധുക്കൾ. മാനവും അപമാനവും അടിസ്ഥാനമാക്കിയുള്ള ഒരു സംസ്കാരത്തിൽ ജനമായിരുന്നു ഒരുവൻ്റെ സൽപ്പേര്, സംരക്ഷണം, സമൂഹത്തിലെ സ്ഥാനം എന്നിവ കൽപ്പിച്ചിരുന്നത്. അവരെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ദുർബലരും അരക്ഷിതരും പേരുപോലും ഇല്ലാത്തവരുമാകുക എന്നതായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ജനമെന്നത് ദൈവഹിതത്തെക്കാൾ ഉപരി ഔദ്യോഗിക രംഗത്തെ സൽപ്പേര്, നിലനിൽപ്പ്, നാം അംഗീകാരം ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ ഒക്കെയാണ്. ഇവയെല്ലാം വളരെ ലഘുവായി കാണാനും ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദത്തേക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാനും ഇത് നമ്മോട് ആവശ്യപ്പെടുന്നു. മൂന്നാമതായി, പിതാവിൻ്റെ ഭവനം വിടുക. പിതാവിൻ്റെ ഭവനം വെറുമൊരു കെട്ടിടം മാത്രമല്ല, അത് ഗൃഹാതുരത്തിൻ്റെയും ഓർമ്മകളുടെയും ഊഷ്മളതയാണ്. നാം ഏറ്റവും കൂടുതൽ കാലം സ്നേഹിച്ച മുഖങ്ങളാണ്. മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും ഉള്ളിലുള്ള വലയമാണിത്. നാം ഒരിക്കലും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലാത്ത, ഏറ്റവും ആഴത്തിലുള്ളതും
ന്യായവുമായ അടുപ്പങ്ങളാകാം. കുടുംബപരമായ പദ്ധതികളോടുള്ള, സ്വന്തം സൗകര്യങ്ങളോടുള്ള, സ്വയം സംരക്ഷിക്കുന്നതിനോടുള്ള അടുപ്പങ്ങളാകാം. അതിനെപ്പോലും തൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാനാണ് ദൈവം അബ്രാമിനോട് ആവശ്യപ്പെടുന്നത്. ഈ 3 പടിയിറക്കങ്ങളും വൈകാരികമായ മരവിപ്പിനോ സ്നേഹം ഉപേക്ഷിക്കാനോ ഉള്ള വിളിയല്ല, മറിച്ച് ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സ്നേഹങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനുള്ള ഒരു വിളിയാണ്. 3 കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് ആത്മാവ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ 3ഉം ഒന്നാണ്: ശരീരത്തിൻ്റെ സുഖം, ലോകത്തിൻ്റെ പ്രശംസ, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആധിപത്യം. ഇവ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് കണ്ടെത്തുന്നത് ശൂന്യതയല്ല, മറിച്ച് ഉപേക്ഷിക്കപ്പെട്ട മറ്റെന്തിനേക്കാളും ദൈവത്തെ തന്നെയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ സമർപ്പണമെന്നത് സ്വയം നശിപ്പിക്കലല്ല, അത് വിമോചനമാണ്. ദൈവകരങ്ങളിലേക്കുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം വിട്ടുകൊടുക്കുന്നവയെല്ലാം രൂപാന്തരപ്പെടുത്തി അവിടുന്ന് നമുക്ക് തിരികെ നൽകുന്നു. ദൈവത്തിൽ ആശ്രയിച്ചതിലൂടെ അബ്രഹാത്തിന് ഒരു കുടുംബം നഷ്ടപ്പെട്ടില്ല, മറിച്ച് സകല ജനതകളുമടങ്ങുന്ന ഒരു വലിയ കുടുംബത്തെ അവന് ലഭിച്ചു. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ കണക്ക്. നാം എന്താണോ കൊടുക്കുന്നത് അത് അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന അളവിൽ നമുക്ക് തിരികെ ലഭിക്കും. തുടർന്ന് കാണുന്നത് അതാണ്. ദൈവം അബ്രഹാത്തിന് കേവലം ഒരു കൽപ്പന നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അവിടുന്ന് അതിനെ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. വ്യക്തമായ 7 വാഗ്ദാനങ്ങൾ. എബ്രായ ചിന്തയിൽ 7 എന്നത് ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണ്. അതിനർത്ഥം ദൈവം അബ്രാമിന് തൻ്റെ കൃപയുടെ പൂർണ്ണതയാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ്. ഒന്നാമതായി, ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും, ഫലദായകമായ തലമുറകൾ എന്ന ദാനം. 2, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അവനിൽ വ്യക്തിപരമായി കുടികൊള്ളുന്ന ദൈവിക കൃപയുടെ ദാനം. 3, ഞാൻ നിന്റെ പേര് മഹത്തരമാക്കും, ശാശ്വതമായ ബഹുമാനത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെയും ദാനം. 4, നീ ഒരു അനുഗ്രഹമായിരിക്കും, മറ്റുള്ളവരിലേക്ക് കൃപ ഒഴുകുന്ന ഒരു ചാലായി മാറാനുള്ള ദാനം. 5, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, ഉടമ്പടിയുടെ ഐക്യത്തിലൂടെയുള്ള ദൈവിക സംരക്ഷണത്തിൻ്റെ ദാനം. 6, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, സംരക്ഷകനും നീതി നടത്തിത്തരുന്നവനുമായ ദൈവത്തിൻ്റെ ദാനം. 7, ഭൂമിയിലെ സകല ജനതകളും നീ മുഖേന അനുഗ്രഹിക്കപ്പെടും, സാർവത്രികവും ലോകവ്യാപകവുമായ ദൗത്യത്തിൻ്റെ ദാനം. ഹാരാനിൽ വെച്ച് ഒരു മനുഷ്യന് ലഭിച്ച ആ വിളി എക്കാലത്തും ഭൂമിയിലെ സകല മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അബ്രാമിന് നൽകിയ വാഗ്ദാനം വ്യക്തിപരം മാത്രമായിരുന്നില്ല. നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രാം ഒരു അനുഗ്രഹമായി തീരുന്നതിനാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. ഇതാണ് കൃപയുടെ സ്വഭാവം. അതൊരു കെട്ടിക്കിടക്കുന്ന ജലാശയമല്ല, മറിച്ച് ഒഴുകുന്ന ഒരു നദിയാണ്. നാം ഒരിക്കലും ദൈവത്തിൻ്റെ നന്മയുടെ കേവലം ഗുണഭോക്താക്കൾ മാത്രമല്ല, നാം അതിനുള്ള ഉപകരണങ്ങൾ കൂടിയാണ്. നമുക്ക് ലഭിച്ച ഓരോ കൃപയും, നമ്മുടെ വിശ്വാസം, നമ്മുടെ കുടുംബം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആരോഗ്യം, സൗഖ്യം എല്ലാം നമ്മുടെ മാത്രം നന്മയ്ക്കായി നൽകപ്പെട്ടതല്ല, മറിച്ച് നമ്മിലൂടെ മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടിയുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ തുടങ്ങി ഭൂമിയുടെ അതിർത്തികൾ വരെ നീളുന്ന ഒരു ചങ്ങലയിലെ കണ്ണിയാണ് നാം ഓരോരുത്തരും. നാം എങ്ങനെയാണ് ഒരു അനുഗ്രഹമായി തീരുന്നത്? നമ്മുടെ കുടുംബത്തിൽ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ വിശ്വാസം ഒരു കൃപയുടെ സ്രോതസ്സാണോ? നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മുടെ സത്യസന്ധതയും അനുകമ്പയും മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ടോ? സമൂഹത്തിൽ നമ്മുടെ സ്വീകരണത്തിലൂടെ ആളുകൾക്ക് ദൈവത്തിൻ്റെ സ്നേഹോഷ്മളത അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ക്രൈസ്തവ ജീവിതത്തിൽ ഇതൊരു തിരഞ്ഞെടുക്കാവുന്ന അധിക കാര്യമല്ല, മറിച്ച് നമ്മുടെ വിളിയുടെ അവിഭാജ്യ ഘടകമാണ്. അനുഗ്രഹിക്കാനാണ് നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. യാതൊരു തടസ്സവുമില്ലാതെ നമ്മിലൂടെ സ്നേഹം ഒഴുകുന്നതിനാണ് നാം സ്നേഹിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അബ്രഹാത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള അവൻ്റെ അനുസരണമാണ്. അബ്രഹാം ആദ്യം വിശ്വസിക്കുകയും പിന്നീട് പുറപ്പെടാനുള്ള കൽപ്പന ലഭിക്കുകയും ചെയ്യുകയല്ല ഉണ്ടായത്. അവന് കൽപ്പന ലഭിച്ചു, അത് അനുസരിക്കുന്നതിലൂടെ അവൻ വിശ്വാസം കണ്ടെത്തുകയായിരുന്നു. ഇതാണ് കൃപയുടെ ക്രമം. ആദ്യം വചനം വരുന്നു, തുടർന്ന് അനുസരണം. വിശ്വാസം അതിൻ്റെ ഫലമാണ്. ഓരോ ക്രൈസ്തവന്റെ കാര്യത്തിലും ഇത് ഇങ്ങനെ തന്നെയാണ്. തുടർന്ന് കാണുന്നത് കർത്താവ് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു എന്നാണ്.
ഒരു വലിയ വിളിയുടെ ഭാരപ്പെടുത്തുന്ന 3 ആവശ്യങ്ങൾ. എന്നാൽ 7 മടങ്ങ് വാഗ്ദാനങ്ങൾ. ആവശ്യപ്പെടുന്നതിൻ്റെയും വാഗ്ദാനം ചെയ്യപ്പെടുന്നതിൻ്റെയും അതിശയിപ്പിക്കുന്ന വ്യാപ്തി. എന്നാൽ അവിടെ യാതൊരു ചോദ്യവുമില്ല, തർക്കവുമില്ല, വിലപേശലില്ല, അടയാളങ്ങൾക്കായുള്ള ആവശ്യങ്ങളില്ല. അവൻ പുറപ്പെട്ടു. അവൻ 75 വയസ്സായിരുന്നു. അവൻ പുറപ്പെട്ടു. അവന് പോകുന്ന വഴിയേതെന്ന് അറിയില്ലായിരുന്നു. അവൻ പുറപ്പെട്ടു. അവന് ലക്ഷ്യസ്ഥാനം ഏതാണെന്ന് അറിയില്ലായിരുന്നു. അവൻ പുറപ്പെട്ടു. പരിചിതമായതെല്ലാം ഉപേക്ഷിച്ച് അവൻ പുറപ്പെട്ടു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഈ നിമിഷത്തെ വിശ്വാസത്തിൻ്റെ തന്നെ നിർവചനമായി ഉയർത്തിക്കാട്ടുന്നു. വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയും അതോടൊപ്പം അതിൻ്റെ മഹത്വവും. ഇന്നത്തെ വിവര സാങ്കേതിക യുഗത്തിൽ ഒന്നിനിറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർണ്ണരൂപം അറിയണമെന്ന് നിർബന്ധമുള്ളവരായി നാം മാറിയിരിക്കുന്നു. നമുക്ക് 5 വർഷത്തെ പ്ലാനും അപകട സാധ്യതകളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും പിന്മാറാനുള്ള തന്ത്രങ്ങളും വേണം. എന്നാൽ വിശ്വാസത്തിൻ്റെ രീതി മറ്റൊന്നാണ് ആവശ്യപ്പെടുന്നത്. കൂടെയുള്ളവനിൽ, ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ നടന്നു നീങ്ങുന്നതിനനുസരിച്ച് ലക്ഷ്യസ്ഥാനം വെളിപ്പെടുത്തപ്പെടും. വിശ്വാസത്തിലെ വെളിച്ചം എപ്പോഴും നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന പടിക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ മുഴുവൻ കോണിപ്പടികൾക്കും വേണ്ടിയുള്ളതല്ല. കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിന് മുമ്പ് ക്ഷമിക്കാൻ, സാമ്പത്തികമായി സാധിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് നൽകാൻ, നാം തയ്യാറാണെന്ന് തോന്നുന്നതിന് മുമ്പ് സാക്ഷ്യത്തിൻ്റെ ഒരു വാക്ക് സംസാരിക്കാൻ, നമുക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നുന്നതിന് മുമ്പ് ഒരു വിളി സ്വീകരിക്കാൻ. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുന്നത് ദൈവം തന്നോട് ആവശ്യപ്പെട്ടതെല്ലാം അവന് മനസ്സിലായതുകൊണ്ടല്ല, മറിച്ച് അത് ആവശ്യപ്പെട്ടവനിൽ അവൻ വിശ്വസിച്ചതുകൊണ്ടാണ്. ദൈവവുമായുള്ള സൗഹൃദം കെട്ടിപ്പടുത്തിരിക്കുന്നത് കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിലല്ല. സംസാരിച്ചു എന്നത് മാത്രമായിരുന്നു അബ്രഹാത്തിന് മതിയായിരുന്നത്. ദൈവം സംസാരിച്ചു എന്നത് മാത്രമായിരുന്നു അബ്രഹാത്തിന് മതിയായിരുന്നത്. നമുക്കും അതുതന്നെയാണ് മതിയാവേണ്ടത്. യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവ ജീവിതത്തിലും ഇത് പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ഗ്രഹണശേഷിക്കപ്പുറമുള്ള അനുസരണത്തിൻ്റെ ഒരു കാൽവയ്പിനായി ദൈവം നമ്മെ വിളിക്കുന്നു. നാം സ്വയം പടുത്തുയർത്തിയ ജീവിതത്തിന്മേലുള്ള നമ്മുടെ പിടുത്തം വിടാനും ഇതുവരെ ദൃശ്യമാകാത്ത ഒരു ദേശത്തേക്ക് നടന്നു നീങ്ങാനും നമ്മോട് ആവശ്യപ്പെടുന്നു. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണിവ. വിശ്വാസം യഥാർത്ഥമായി മാറുന്നത് ഈ നിമിഷങ്ങളിലാണ്. കാരണം നമ്മെ വിളിച്ചവൻ്റെ വിശ്വസ്തതയിലല്ലാതെ മറ്റൊന്നിലും പിന്നീട് അതിന് ആശ്രയമില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എത്തുന്നതുവരെ നമ്മുടെ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. ക്രൈസ്തവ ജീവിതത്തിന് ഓരോ ഘട്ടത്തിലും ദൈവം വീണ്ടും പുറപ്പെടുക എന്ന് പറയുന്നു. കൂടുതൽ മുന്നോട്ട് പോവുക, കൂടുതൽ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുക, അവൻ നമ്മെ വിളിച്ച ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരുക. ഇതിലെ ഏറ്റവും മനോഹരമായ സത്യം, നാം ഈ യാത്ര ഒറ്റയ്ക്കല്ല, നമ്മെ വിളിക്കുന്നവൻ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് എന്നതാണ്. അബ്രാമിനോട് പുറപ്പെടുക എന്ന് പറഞ്ഞ ദൈവം അവനെ പറഞ്ഞയക്കുകയായിരുന്നില്ല, അവിടുന്ന് അവനെ അനുഗമിക്കുകയായിരുന്നു. ഞാൻ നിനക്ക് കാണിച്ചു തരും എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അല്ലാതെ ഇതാ ഭൂപടം എന്നല്ല, മറിച്ച് ഓരോ ചുവടിലും നിനക്ക് വഴി കാണിക്കാൻ ഞാൻ അവിടെയുണ്ടാകും എന്നാണ്. ലക്ഷ്യസ്ഥാനം ഒരു സ്ഥലമല്ല, അതൊരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഇപ്പോൾ നമ്മോടൊപ്പവുമുണ്ട്. നാം കടന്നു പോകുന്ന ഓരോ വഴികളിലും അത് നമ്മോടൊപ്പമുണ്ടാകും. അബ്രഹാത്തിൻ്റെ യഥാർത്ഥ സന്തതിയായ യേശുക്രിസ്തു പരമമായ ഒരു പുറപ്പാട് നടത്തിയിട്ടുണ്ട്. അവിടുന്ന് സ്വർഗമെന്ന ദേശം ഉപേക്ഷിച്ചു, ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ ഉപേക്ഷിച്ചു, പിതാവിൻ്റെ ഭവനം ഉപേക്ഷിച്ചു. അവൻ സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി. അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടിയാണ്. തൻ്റെ മനുഷ്യപ്രകൃതിയിൽ ഈ സഹനങ്ങൾ കൃത്യമായി എപ്പോൾ അവസാനിക്കുമെന്ന് അറിയാതെയാണ് അവിടുന്ന് ഇത് ചെയ്തത്. ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന അതേ വിശ്വാസത്തോടെ പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് അവനത് പൂർത്തിയാക്കി. അവൻ്റെ അനുസരണം നമ്മുടെ അവകാശമായി മാറിയിരിക്കുന്നു. അവൻ്റെ പുറപ്പാടാണ് നമ്മുടെ ഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്, സ്വർഗത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര സാധ്യമാക്കിയത്. വിശ്വാസത്തോടെ നാം നടത്തുന്ന ഓരോ പുറപ്പാടും
അവൻ്റെ പുറപ്പാടിലുള്ള നമ്മുടെ പങ്കുചേരലാണ്. അത് പൂർത്തിയാക്കുവാൻ, അങ്ങനെ അനുഗ്രഹമാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാൽ സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും നമുക്ക് ചോദിക്കാം, എന്തൊക്കെ ഉപേക്ഷിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്? എവിടേക്കാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്? നമ്മുടെ ഹാരാൻ എവിടെയാണ്? നമ്മുടെ കാനാൻ എവിടെയാണ്? എല്ലാറ്റിനുപരിയായി ഏറ്റവും അടിയന്തരമായി ചോദിക്കേണ്ടത്, യാത്ര തിരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ്? സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.